നീ കാണിക്കുന്നതെല്ലാം അഭിനയമാണെന്ന് വിശ്വസിക്കാനാകുന്നില്ല ശിവ. ദൂരേക്ക് മിഴികൾ പാശു നിൽക്കുന്നവനോടായി അഫി പതിയെ പറഞ്ഞുപോയി. മറ്റേതുമില്ലാതെ അതേ നിൽപ്പ് തുടർന്നവൻ. ആ കാണുന്ന സമുദ്രം പോലെ തന്നെയാണ് അവനുള്ളവും എന്നൊരു നിമിഷം അഫി ചിന്തിച്ചു. വലിയൊരു കള്ളമാണ് ശിവ നമ്മൾ ചെയ്യുന്നത്. ആയുഷിൻ്റെ പേരിൽ നീ ആടുന്ന ഈ വേഷം ആദിയെ കൊണ്ടുവരെ കള്ളം പറയിച്ച് നമ്മൾ. മറ്റുള്ളവർക്ക് ഇട്ടിരിക്കുന്ന വില പോലെ ആവില്ല ആദിയുടെ. തുമ്പി എന്നവൾ ആദിയുടെ കൂട്ടുകാരി കൂടെയാണ്. സത്യമെല്ലാം ആദ്യ തന്നെ പറഞ്ഞെന്ന് വരും. അഫിയുടെ വാക്കുകൾ കേട്ടതും ശിവ തൻ്റെ മിഴികൾ ഇറക്കി അടച്ചു. എല്ലാം അറിയുമ്പോൾ വെറുക്കും അവൾ. ഇന്ന് ആ കണ്ണിൽ കണ്ട പ്രണയം ഞാൻ ആരെന്നറിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് തോന്നിയവന് ആ ചിന്തയിൽ പോലും അവനുള്ളം പിടഞ്ഞു. ശിവ, നീയായി തന്നെ എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്. എന്തു പറയണം ഞാൻ? അലറുകയായിരുന്നു അവൻ. അത്രയും ദിവസം മടക്കി പിടിച്ചതെല്ലാം പൊട്ടിത്തെറിക്കും പോലെ ഉള്ളിൽ കുമിഞ്ഞു കൂടിയതൊക്കെയും ആർക്കു മുന്നിലെങ്കിലും ഇറക്കി വെക്കണം എന്ന പോലെ. ശിവ, എന്താ ഞാൻ അവളോട് പറയേണ്ടത്? നിന്നെ ഞാൻ ചതിക്കുവാണെന്നോ? നീ കരുതുന്നത് പോലെ ഞാൻ അമ്പാടി തറവാട്ടിലെ ആയുഷ് വർമ്മയല്ലെന്നോ? നിന്റെ വീട്ടുകാരുള്ള പ്രതികാരം ചെയ്യാൻ മനഃപൂർവ്വം താലി കെട്ടിയതാണെന്നോ? പറയടാ, എന്താ ഞാൻ? അഫിയെ പിടിച്ചുലച്ചുകൊണ്ട് അവനത് ചോദിച്ചതും ഒരു പകപ്പോടെ അവനെ നോക്കി നിന്നു പോയി അവൻ. ശിവ, എനിക്കവളെ വേണമെന്ന് തോന്നും അഫി. ഈ ജന്മം മുഴുവനും സ്നേഹിക്കാൻ, പ്രണയിക്കാൻ, ജീവിക്കാൻ തോന്നുന്നുണ്ടിപ്പോൾ. തന്നെ മുറുകെ പുണർന്ന് കരയുന്നവനെ ഒരു പകപ്പോടെ നോക്കിന്നു അഫി. ആദ്യമായാണിങ്ങനെ. പരിചയപ്പെട്ടിട്ട് ഇന്നേ വരെയും ഇതുപോലൊരു ശിവയെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആർക്കു മുന്നിലും പതറാതെ നിൽക്കുന്നവൻ അവനാണ് ഇന്ന് തനിക്ക് മുന്നിൽ നിന്നും കരയുന്നത്. അതും ഒരു പെണ്ണിന് വേണ്ടി, അവളുടെ സ്നേഹത്തിന് വേണ്ടി. ഒരു മനുഷ്യനെ തകർക്കാനും തളർത്താനും പ്രണയം കൊണ്ട് സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ നേരിട്ട് കണ്ടു. അവനെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ നിന്നു പോയിരുന്നു അഫിയും. ബാൽക്കണിയിൽ പതിവ് പോലെ കാറ്റുകൊണ്ടിരിപ്പാണ് തുമ്പി. ഇന്ന് നടന്ന കാര്യങ്ങളോർക്കെ അവളുടെ കവിളുകൾ ചുവന്ന് തൊടുത്തു. ഒന്ന് കാണാൻ തോന്നി അവൾക്ക്, വെറുതെ ഒന്ന് കാണാൻ. അടുത്ത നിമിഷം ദൂരെ കണ്ട മതിലേക്ക് പ്രതീക്ഷയുടെ ആ മിഴികൾ ചെന്നു നിന്നു. പതിയെ ഒന്ന് പുഞ്ചിരിച്ചു പോയി. പ്രണയം ഇങ്ങനെയാണോ? കൗതുകം കൊണ്ട് ആ നീലം മിഴികൾ ഒന്ന് വിടർന്നു. ഇതുവരെ ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. സ്കൂളിലും അപ്പോഴ ഫ്രണ്ട്സിൻ്റെ മക്കളും ഒക്കെ ഒരുപാട് പേര് പുറകെ പ്രണയം പറഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരു നോ പറയാൻ ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ആരുടെയും മുഖം ഹൃദയത്തിൽ പതിഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ നസ്രിയ പറഞ്ഞ പോലെ അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്ന ഫീൽ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നുണ്ടായോ? തുമ്പി ഓർത്തുകൊണ്ട് അവളുടെ ചുണ്ടിൽ ഒന്ന് തൊട്ടു. മഞ്ഞ് വീഴുന്നത് പോലെയല്ല, പൊള്ളുന്നത് പോലെയാണ് തോന്നിയത്. തീയിൽ തൊട്ടതുപോലെ. അടിവയറ്റിൽ 1000 പൂമ്പാറ്റകളുടെ ചിറകടി ഉയരത്തിലും താഴേക്ക് വീഴുന്നതൊക്കെ പോലെ. പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും വികാരങ്ങൾ ഒന്നിച്ചു പൊതിയുന്ന നിമിഷങ്ങളാണ്. അത് അനുഭവിച്ചു തന്നെ അറിയണം. ഒരു നിമിഷം കഴുത്തിലെ താലിയിൽ അവളുടെ കൈകൾ അമർന്നു. ശംഖിൻ്റെ ആകൃതിയിലുള്ള താലിയിൽ ഓം എന്ന അക്ഷരം കൊത്തിവെച്ചിരിക്കുന്നു. അമ്മയുടെ താലി പോലെയല്ല, അമ്മയുടെ കഴുത്തിൽ മഞ്ഞച്ചരടിലുള്ള താലിയാണ്. അതും തമിഴ്നാട്ടിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പോലെയുള്ളത്. അതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണിത്. ഏറെ നേരം അവൾ അതിലേക്ക് നോക്കിയിരുന്നു. തിരിച്ചും മറിച്ചുമെല്ലാം നോക്കവേ താലിയുടെ പുറകുവശത്തായി എഴുതിയിരിക്കുന്ന പേരിലായി അവളുടെ കണ്ണുകൾ ഉടക്കി. സംശയത്തോടെയും ഞെട്ടലോടെയും ആ മിഴികൾ ചുരുങ്ങി. ശിവദർശ്. സംശയത്തോടെയും ഞെട്ടലോടെയും മിഴികൾ ചുരുങ്ങി. ശിവദർശ്. രാവേറെ ചെന്നിട്ടും മുറുക്കം അവളെ കീഴ്പ്പെടുത്തിയില്ല. കയ്യിലായി ആ താലിയും മുറുക്കെ പിടിച്ചുകൊണ്ടവളിരുന്നു. ആ ക്രിമിനലിൻ്റെ പേരാണോ എന്നാണ് ആദ്യം ചിന്തിച്ചത്. വിവാഹം കഴിക്കാൻ പോയത് അയാളെയായിരുന്നല്ലോ. ഓരോ നിമിഷവും എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വേദന തോന്നി തുമ്പിക്ക്. ആ പേരിലേക്ക് നോക്കും തോറും ഹൃദയം ശക്തമായി ഇടിക്കും പോലെ. ആരാണ് അയാൾ? ആയുഷ് എന്ന പേരിന് പകരം തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ പേരിനോട് വെറുപ്പ് തോന്നേണ്ടതല്ലേ? പക്ഷേ കണ്ണുകൾ ഇറക്കി അടച്ചു പോയവൾ. ചിന്തകൾ കാട് കയറി തുടങ്ങിയതും പല സംശയങ്ങളും അവളിൽ നിറഞ്ഞു. ചതിയാണോ എല്ലാം? പറ്റിക്കുവാണോ എന്നെ? ഉള്ളിലായി ഉയർന്നു വന്ന ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ഒരു പക്ഷേ ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളെയും മുൻകൂട്ടി കാണുന്ന മഹാദേവൻ്റെ മകളായതിൻ്റെ ഗുണമായിരിക്കാം അവളുടെ ഈ ചിന്തകൾ പോലും. ഇന്ന് വരെ നടന്ന സംഭവങ്ങൾ അത്രയും കൂട്ടിയും കേശം ആലോചനയോടെ ഇരുന്ന് തുമ്പി. രാത്രിയാണ്. മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട്ടിലെ നിലത്തിട്ട വെള്ള ബെഡിൽ പരസ്പരം പുണർന്നു കിടക്കുന്ന 2 രൂപങ്ങൾ. ചുറ്റും മങ്ങിയ വെളിച്ചം. ദർശ. പൂർണ്ണമായും നഗ്നമായ അവളുടെ കുഞ്ഞുടലേക്കായി അവൻ്റെ ഉറച്ച ശരീരം അമർന്നതും വിറച്ചുകൊണ്ട് അവനെ മുറുകെ പിടിച്ചു വിളിച്ചു. പതിയെ അവൾക്കായി ഒന്ന് മൂളിയവൻ. വെണ്ണ പോലുള്ള കഴുത്തിലായി അലയുന്ന അവൻ്റെ മുഖം.
തൻ്റെ വിരലുകളാൽ അവൻ്റെ മുടിയിഴകളെ കോർത്തു വലിച്ചുകൊണ്ടവൾ തൻ്റെ വികാരങ്ങളെ അടക്കാൻ ശ്രമിച്ചു. ചുണ്ടുകൊണ്ടും പല്ലുകൊണ്ടും നാവുകൊണ്ടുമെല്ലാം കഴുത്തിലെ ഓരോ അണുവിനെയും നുകർന്നെടുക്കുന്നവൻ. ആ മിഴികൾ കൂമ്പിയടച്ച് അവൻ്റെ പേര് ചൊല്ലി പിടഞ്ഞു പോയവൾ. തിടുക്കമില്ലായിരുന്നു അവനിൽ. അത്രമേൽ പതിയെ പൂവിൽ നിന്നും തേനുകർന്ന പോലെ നേർമേ അവൾ പ്രണയിച്ചു കൊണ്ടിരുന്നവൻ. ഓപ്പൺ യുവർ ഐസ് വേദ. കഴുത്തിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ടവൻ അവളുടെ ഇരു കണ്ണുകളിലുമായി ചുണ്ടു ചേർത്ത് പതിയെ കാറ്റുപോലെ പറഞ്ഞവൻ. ഇരുമിഴികളും പതിയെ ചിമ്മി തുറന്നവൾ ഒരു പാവക്കുഞ്ഞിനെ പോലെ. വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടുകളും ഇരു കവിളിലെയും ആഴത്തിലുള്ള കുഞ്ഞു ഗർത്തങ്ങളും പെണ്ണിന് ചന്തം കൂടി. അവളെ അങ്ങനെ നോക്കുന്തോറും അവനുള്ളിൽ പ്രണയം ഒരഗ്നിയായി പടർന്നു. മിഴികൾ നിറഞ്ഞു. അവനെ പുണർന്നിരുന്ന ഒരു കൈ ഉയർത്തിക്കൊണ്ടവൾ ആ മിഴിനീർ തുടച്ചു നീക്കി. ഈ കണ്ണ് നിറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാനില്ലേ നിനക്ക്? എൻ്റെ അല്ലേ നീ? നേർത്തൊരു ചിരിയോടെ അവളത് പറഞ്ഞതും ആ ചുണ്ടുകളെ വീണ്ടും പുൽകിയവൻ. ഒരു ഞെട്ടലോടെ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൾ നെഞ്ചിൽ കൈവച്ച് കിതച്ചുപോയി. തൻ്റെ വീടിൻ്റെ ബാൽക്കണിയും അതേ സ്വിമ്മിങ്ങുമാണെന്ന് കണ്ടതും ഒരു നിമിഷം ശാന്തമായി. എങ്കിലും ആ ആദരത്തിൻ്റെ ചൂട് തന്നിൽ നിറയുന്ന പോലെ. കണ്ണുകൾ തുറന്നിട്ടും മുന്നിൽ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ മാത്രം. തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയവൾ കണ്ടതൊന്നും സ്വപ്നമല്ലെന്ന് തോന്നി. ദർശ്. അവനെ വിളിച്ച പേര് കൂടി ഓർത്തതും ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നവൾ തനിക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി. നിർത്താതെ അടിക്കുന്ന ഫോണിൻ്റെ റിംഗ് ടോൺ കേട്ടതും അവൾ അതിലേക്ക് നോക്കി. അച്ചു കോളിംഗ്. അത്ര നേരം മനസ്സിനെ അലട്ടിയ ആദിയെല്ലാം വിട്ടൊഴിയുന്നതും ചുണ്ടിലായി ഒരു നറുപുഞ്ചിരി സ്ഥാനം പിടിക്കുന്നതും അവൾ അറിഞ്ഞു. വീഡിയോ കോളാണ്. വൈകാതെ തന്നെ ആൻസർ ബട്ടണിലേക്ക് വിരലുകൾ ചലിപ്പിച്ചവൾ. അച്ചു. അവളുടെ കൊഞ്ചലുടെയുള്ള ശബ്ദം കാതിൽ പതിച്ചതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത്രമേൽ മനോഹരമായെന്ന്. അച്ചു. തന്നെ കണ്ടതും തിളങ്ങുന്ന നീലം മിഴികൾ കാണി അവനുള്ളിൽ മഞ്ഞ് വീണ പോലെ തോന്നി. അത്രമേൽ പ്രിയപ്പെട്ടവളാണവൾ. തനിക്ക് 3 വയസ്സുള്ളപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന മാലാഖ കുഞ്ഞ്. തൻ്റെ ശബ്ദമായവൾ. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഉറങ്ങിയില്ലേ അച്ചു? തുമ്പിയുടെ ചോദ്യത്തിന് ഉറക്കം വന്നില്ലെന്നവൻ വിരലുകൾ കൊണ്ട് മറുപടി നൽകി. നീ എന്നാ വരുന്നേ ഇവിടേക്ക്? ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിന്നെ. അവളുടെ മുഖം വാടിയതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അതെപ്പോഴും അങ്ങനെയാണ്. അവൾക്ക് നൊന്താൽ അതിലേറെ വിഷമിക്കുന്നത് അവനാണ്. അത്രയും പാവമാണവൻ. കുഞ്ഞുനാൾ മുതൽ അവനൊപ്പമായിരുന്നു തുമ്പി. അവൻ്റെ വിരലിൽ തൂങ്ങി നടന്നവൾ. ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. അവനൊപ്പം ഉണ്ടെങ്കിൽ മറ്റാരെയും പെണ്ണിന് മൈൻഡില്ല. കാണുന്നവർക്ക് അസൂയ തോന്നുന്ന ബന്ധം. അതിനൊരു പേര് നൽകിയിട്ടില്ല അവർ ഇന്നും. അവൻ്റെ കൂട്ടുകാരിയും ചേച്ചിയും അനീതിയുമെല്ലാം അവളാണ്. അറിയൊക്കെ? വിശേഷങ്ങൾ തിരക്കി മൗനമായി പോയവളെ കാണിയായിരുന്നു അവൻ്റെ ചോദ്യം. അതിനല്ലെന്ന് മറുപടി നൽകാൻ നേരെ നേരം ആലോചിക്കേണ്ടി വന്നില്ല അവൾക്ക്. ഉള്ളിലുള്ളതൊക്കെയും തുറന്നു പറയാൻ അവനോളം സ്വാതന്ത്ര്യം ആരുടെ അടുത്തും ഇല്ല. ആയുഷിൻ്റെ കാര്യമായതുകൊണ്ട് മറ്റാരോടും തുറന്നു പറയാനും വയ്യ. തന്നെ സംശയത്തോടെ നോക്കുന്നവനോടായി തൻ്റെ ഉള്ളിൽ നിറയുന്ന ചോദ്യങ്ങളെല്ലാം പങ്കുവെച്ചവൾ. അവളുടെ വാക്കുകളിൽ നിന്നും കാര്യമായി എന്തോ ഇതിനിടയിലുണ്ടെന്ന് അവനും ബോധ്യമായിരുന്നു. എഴുത്തുചാടിൽ വീട്ടിൽ അറിയിക്കാൻ തോന്നിയില്ല ഇരുവർക്കും. തുമ്പിക്ക് ദോഷം വരുന്നു എന്നൊരു ചെറിയൊരു തോന്നൽ പോലും ആയുഷിനെ എന്നേക്കുമായി അവളിൽ നിന്നും അകറ്റും അവർ. അച്ചുവിന് അത് വ്യക്തമായി അറിയാം. അതുപോലെ തുമ്പി അവനെ പ്രണയിക്കുന്നുണ്ട് എന്നവന് മനസ്സിലായി. പറയുന്ന ഓരോ വാക്കിലും ആയുഷിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവൾക്കുണ്ട്. അവനെ കുറ്റപ്പെടുത്താതെയാണ് ഓരോന്നും പറയുന്നത്. അവൾക്ക് വന്ന മാറ്റത്തെ അച്ചുവിന് എളുപ്പം മനസ്സിലായി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തുമ്പിയെ നോക്കിയവൻ. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആയുഷാണ് തുമ്പി. ഒന്നാലോചിച്ചതിന് ശേഷം അവന് പറയാനുണ്ടായിരുന്ന മറുപടി അതാണ്. തുമ്പി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തായാലും നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശിയാണവൻ. എന്നാൽ മറ്റാരേക്കാളും നിന്നിൽ അവകാശമുള്ളവൻ. നിന്നെക്കുള്ളിൽ കിടന്നു പോകുന്നത് എന്തായാലും അയാളോട് തന്നെ തുറന്ന് ചോദിക്ക്. പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ മേജർ മഹാദേവൻ്റെ മകളെ ഇനി ഞാനായി പഠിപ്പിച്ചു തരണ്ടല്ലോ. ആ വാക്കുകൾ നൽകിയ ധൈര്യം മാത്രം മതിയായിരുന്നു അവൾക്കും. അവൻ പറഞ്ഞത് അത്രയും സത്യമാണ്. തങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം ഇപ്പോൾ എന്തായാലുമില്ല. നാളെ തന്നെ ആയുഷിനോടെല്ലാം സംസാരിക്കണമെന്ന ഉറപ്പിലാണ് അവൾ നിദ്രയെ കൂട്ടുപിടിച്ചത്. രാവേറെ ചെന്നിട്ടും മുറുക്കമില്ലാതെ ഇരിക്കുന്നൊരുവൻ കൂടെയുണ്ടായിരുന്നു അമ്പാടി തറവാട്ടിൽ. മനസ്സത്രയും കലുഷിതമാണ്. എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും നീ എന്നെ അകറ്റുക വേദ. മെഴികൾ ഇറക്കി അടച്ചവൻ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. പ്രതികാരത്തിന് മുകളിലായി പ്രണയം നിറഞ്ഞു നിൽക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധി അനുവദിക്കുന്നില്ല. എന്നെ വേണ്ടത് വലിച്ചെറിഞ്ഞവരെ തകർക്കാൻ, എന്നെ അനാഥനാക്കിയവരെ ചോദ്യം ചെയ്യാനാണ് ഞാൻ നിനക്ക് മുന്നിൽ വന്നത്. പക്ഷേ നീ എനിക്കിന്ന് ആരൊക്കെയാണ്? നിന്നെ കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക.
എല്ലാം മറിയുമ്പോൾ വെറുക്ക് പൊടി പെണ്ണെ നീയനെ. ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിന് പോലും ആശ്വാസം നൽകാൻ ആവില്ലെന്ന് തോന്നിയവന് മുറിക്ക് പുറത്തു നിന്നും അവനെ കേട്ടുകൊണ്ടുവന്ന സീതമ്മയുടെ മിഴികൾ നിറഞ്ഞു. അഫി, ഇതിൻ്റെയൊക്കെ അവസാനം എന്താടാ? നമ്മുടെ കണ്ണനെ പോലെ തന്നെയാ എനിക്ക് ശിവ. എൻ്റെ മോനെ പോലെയാ അവനെയും കണ്ടിച്ചുള്ളൂ. പക്ഷേ ഞങ്ങളോട് പോലും കള്ളം പറഞ്ഞ് എന്തിനാ അവൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചേ? അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് മാത്രമല്ലേ പറഞ്ഞേ? അതും ആരും തുണയില്ലാത്ത പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് ഒന്നും ഇപ്പം ചോദിക്കില്ല അമ്മേ, പറയാൻ വയ്യ എനിക്ക്. അല്ലെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല. അംബികയൊക്കെ വല്ലാത്ത ദേഷ്യത്തിലാണ് അഫി. ആരതിയും അവരെല്ലാം സത്യം വിളിച്ചു പറഞ്ഞാൽ കുടുംബസമേതം എല്ലാവർക്കും കൂടി തെരുവിലേക്ക് ഇറങ്ങാം. സീത ഒരു ഞെട്ടലോടെ അഫിയെ നോക്കി. സത്യമല്ലേ അമ്മേ? ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗം പേരും ശിവയെ ആയുഷായി കണ്ടു. ഇങ്ങനൊരു നാടകത്തിന് കൂട്ടുന്നത് ഈ തറവാടിൻ്റെ ബാധ്യത അവൻ തീർത്തു നൽകും എന്നുള്ള എഗ്രിമെൻറ്റിലല്ലേ? ആയുഷായി മുന്നിൽ നിൽക്കുന്നവനെ മാത്രമേ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ. ആഗ്രഹിച്ചത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കുന്ന, അതിന് തടസ്സം നിൽക്കുന്നവരെ ഒരു പൂ വിറക്കുന്ന ലാഘവത്തോടെ പിഴുതു മാറ്റുന്ന ശിവദർശനെ നിങ്ങൾ ഇന്നോളം നേരിൽ കണ്ടിട്ടില്ല. അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലാതെ ഒരിക്കലും ആരും സത്യം അറിയാൻ പാടില്ല. ഇനി അഥവാ അതിനാരെങ്കിലും ശ്രമിച്ചാൽ ശിവ എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ല. അല്ലെങ്കിലും കണ്ണനെ ഞാൻ കുറ്റപ്പെടുത്തില്ല മോനെ. അവൻ മാത്രമല്ല, നമ്മളെല്ലാം തെറ്റുകാർ തന്നെയാ. എന്തിൻ്റെ പേരിലായാലും നമ്മളും തെറ്റ് ചെയ്തില്ലേ? ആദ്യയുടെ പ്രായമല്ലേ ഉള്ളൂ തുമ്പിക്കും. കണ്ട അന്ന് മുതൽ അമ്മയെന്ന ആ കുഞ്ഞു വിളിക്കുന്നേ, അത് കേൾക്കുമ്പോൾ കുറ്റബോധം കൊണ്ടുള്ള നീറുവാ. സാരി തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ചു നിൽക്കുന്ന സീതമ്മയെ അഫി ഒരു നോവോടെ നോക്കി. പാവാണമ്മ, ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിക്കാൻ ആവാത്തവർ. എല്ലാം വിധിയാണ്. സീതമ്മയെ റൂമിലേക്കാക്കിക്കൊണ്ട് അഫി ശിവയുടെ അടുത്തേക്ക് ചെന്നു. ബെഡിൽ അലസമായി കിടന്ന് മയങ്ങുന്നവനേക്കാണ് അഫിയുടെ ഉള്ളിൽ വല്ലാത്തൊരു നോവുണർന്നു. തറവാടിൻ്റെ ബാധ്യതകൾ തീർക്കാൻ നെട്ടോട്ടം ഓടുന്ന ഏട്ടന്മാരെയും വലിയച്ഛനെയും അപ്പയെയും കണ്ടുകൊണ്ടാണ് MBA പൂർത്തിയാക്കി ഇറങ്ങിയത്. ഒരു ജോലി കൂടിയേ തീരൂ എന്ന അവസ്ഥയിൽ നേരെ പോയത് ബാംഗ്ലൂർക്കാണ്. വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല ഒരു ജോലി. എക്സ്പീരിയൻസ് എല്ലാം ചോദിക്കുമ്പോൾ ജോലി എന്നത് വിദൂരമായൊരു സ്വപ്നമായി അവശേഷിക്കുന്നു. എങ്കിലും ചിലവിനായി ക്വാളിഫിക്കേഷനൊന്നും ചോദിക്കാതെ പിസ്സ ഡെലിവറി ബോയായിട്ട് ഒരു ഷോപ്പിൽ കയറി. വലിയ തരക്കേടില്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് പോയി. ഇതിനിടയിലും ജോലി അന്വേഷിച്ച് നടന്നിരുന്നു. ഒരു ദിവസം രാത്രി ഓർഡർ ഡെലിവറി ചെയ്ത് വരുന്ന വഴിക്കാണ് വഴിയിൽ ആക്സിഡൻ്റായി കിടക്കുന്ന ഒരു കാർ കാണുന്നത്. വിജനമായ റോഡിൽ കിടക്കുന്ന വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ അതിനുള്ളിലുള്ള ആളെ രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയുമില്ലെന്ന് തോന്നി. എന്നിട്ടും അതിനടുത്തേക്ക് ചെല്ലാൻ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. കാറിനുള്ളിൽ ചോര വാർന്ന് കിടക്കുന്നവനെ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് എൻ്റെ കണ്ണനെയാ. ഓർക്കുന്തോറും അവൻ്റെ മിഴികൾ നിറഞ്ഞു വന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമുണ്ടായ ഒരു ആക്സിഡൻറ്റിലാണ് ആയുഷ് വർമ്മ എന്ന കണ്ണനെ ഞങ്ങൾക്കെല്ലാം നഷ്ടമാവുന്നത്. ഡൽഹിയിലായിരുന്നു അവൻ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചടങ്ങുകളെല്ലാം തീർത്ത് അവിടെ തന്നെയാണ് അവൻ്റെ ബോഡി സംസ്കരിച്ചതും ചടങ്ങുകളെല്ലാം തീർത്തതും. പലർക്കും അറിയില്ല ഇന്നും കണ്ണൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ ശിവയെ കണ്ണനാണെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നില്ല. അന്ന് ആക്സിഡൻറ്റിൽ നിന്നും അവനെ രക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം എടുത്തു അവൻ അപകടനില തരണം ചെയ്തു വരാൻ. അതുവരെ കാവലിരുന്നു. എനിക്കെൻ്റെ കണ്ണൻ തന്നെയായിരുന്നു അവൻ. ഒരു പരിചയമില്ലാത്തൊരുവൻ. അവനോട് അന്ന് തോന്നിയ ആത്മബന്ധം ഇന്നും അതിൻ്റെ കാരണം അറിയില്ല എനിക്ക്. ബോധം തെളിഞ്ഞ് എന്ന് കേട്ടപ്പോൾ തോന്നിയ ആശ്വാസം. ആദ്യമൊക്കെ എന്നോടടുക്കാൻ മടിയായിരുന്നവന്. ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രം വഴക്കൊന്നുമില്ലായിരുന്നു. അവഗണിച്ചുവെങ്കിലും എൻ്റെ സ്നേഹത്തിനും പരിചരണത്തിനും എല്ലാം അവനും എന്നോടുള്ള മനോഭാവം പാടെ മാറി. അല്ലെങ്കിലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കപ്പെടാത്തവരായിട്ട് ആരാണ് ഉണ്ടാവുക? അവനും അങ്ങനെയായിരുന്നു. എത്രയൊക്കെ അകറ്റി മാറ്റിയിട്ടും പോവാതെ വന്നതും ഞാൻ അവന് അഫിയായി മാറി. 1 മാസത്തെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ കഴുത്തിൽ മാല വിൽക്കാം എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയ എന്നോടവൻ ഒരു ചിരിയുടെ പറഞ്ഞു അതവൻ്റെ ഹോസ്പിറ്റലാണെന്ന്. അത്ഭുതമാണ് ആദ്യം തോന്നിയത്. അത്രയും വലിയ ഒരാളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. പിന്നീട് അവൻ തന്നെ പറഞ്ഞു അവനെക്കുറിച്ച്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവനോടൊപ്പം നിൽക്കാനേ തോന്നിയുള്ളൂ. എവിടെയോ കൂടുതൽ ശരിയെന്നും അവൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാൻ പതിവിലും തിടുക്കമായിരുന്നു തുമ്പിക്ക്. മഹിയും വാസുകിയും അൻഷും തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. ബാക്കിയുള്ളവരും അതെ. ഇപ്പം മുത്തശ്ശിയും ആരവും തുമ്പിയും മാത്രമേയുള്ളൂ ഇല്ലിക്കലിൽ. ബാക്കി എല്ലാവരും അവരുടെ ജോലിയുമായി പല സ്ഥലങ്ങളിലാണ്. അച്ഛമ്മേ, ഞാൻ പോയിട്ട് വരാമേ. നിൽക്കെന്നെ തുമ്പിയെ, ഈ പാല് കൂടി കുടിച്ചിട്ട് പോയാൽ മതി. ഒരു ഗ്ലാസ്സിൽ പാലുമായി യശോദാമ്മ പറഞ്ഞതും അവൾ ചിരിയോടെ അത് വാങ്ങിക്കൊടിച്ചു. ആരവേട്ടൻ പോയോ അച്ഛമ്മേ? പോയി മോളെ, നിന്നെ വന്ന് വിളിച്ചിരുന്നു, നീ എണീറ്റില്ല. ഇന്നലെ കിടന്നപ്പോൾ ഒത്തിരി വൈകി. എന്നാ മോള് വൈകണ്ട ചെല്ല്.
അച്ചമ്മയ്ക്ക് ഒരു ഉമ്മയും കൂടി കൊടുത്തുകൊണ്ട് തുമ്പി കാറിലേക്ക് കയറി. ശിവ, നീ ഇതെവിടേക്കടാ? ബാഗ് പാക്ക് ചെയ്ത് താഴ്ത്തു വരുന്നവനെ കാണി ആഫി ഉൾപ്പെടെ എല്ലാവരിലും നിറഞ്ഞ ചോദ്യം ഇതായിരുന്നു. ഐ ആം ലീവിങ്. ഡാ, നീ തടയരുത് അഫി, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. ബാംഗ്ലൂർക്കാണോ? നോ, ഫ്ലാറ്റിലേക്ക് മാറുവാണിപ്പോൾ. അധികം വൈകാതെ തിരിച്ചു പോകും. പിന്നെ നിങ്ങളുടെ ലയബിലിറ്റീസ് എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ എവറിത്തിങ്. മോനെ. മുത്തശ്ശൻ എന്തോ പറയാൻ തുടങ്ങിയതും അവനത് കൈ ഉയർത്തി വിലക്കി. അഫി, നിന്റെ ലീവ് തീരുമ്പോൾ തിരിച്ചു വന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് ആരെയും കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിയവൻ. അവനെ അറിയുന്നത് കൊണ്ട് തന്നെ അഫിയും മറുത്തൊന്നും പറഞ്ഞില്ല.